പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ 5-ാമത്തെയും അവസാനത്തേതുമായ ശനിയാഴ്ചയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരു ആഴ്ചവട്ടത്തിന്റെ അന്തിയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഓരോ ദിനവും ദൈവത്തിൽ നിന്നും അനുഭവിക്കുന്ന സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 24 വേഴ്സ് 6 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളയുകയില്ല, അവരെ നടും, പറിച്ചു കളയുകയും ഇല്ല. ഇസ്രയേൽ ജനം നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ യുദ്ധത്തോടെ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിനായി ബാബേലിൽ ആക്കപ്പെടുന്നു. അടിമത്വത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്ന ബാബേൽ പ്രവാസം. ഈ സമയത്ത് യിരെമ്യാവിന് ദൈവിക അരുളപ്പാടുണ്ടാകുന്നു, ദർശനമുണ്ടാകുന്നു. യിരെമ്യാവിനോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാണ്: യിരെമ്യാവേ, നീ എന്ത് കാണുന്നു? യിരെമ്യാവ് പറയുകയാണ്: അത്തിപ്പഴം, 2 കൊട്ട അത്തിപ്പഴം. ഒന്ന് നല്ലത്, കഴിക്കുവാൻ പാകത്തിനായി ഏറ്റവും നല്ലത്. 2 എത്രയും ചീത്തയായത്, ഉപയോഗശൂന്യമായ അത്തിപ്പഴമുള്ള ഒരു കുട്ട. തുടർന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ടത്. അതെ, ഞാൻ നീ കണ്ടതുപോലെ നല്ല അത്തിപ്പഴമാക്കി എന്റെ ദൃഷ്ടി അവരുടെ മേൽ വെച്ച് ഞാൻ അവരെ അവരുടെ ദേശത്തേക്ക് മടക്കി വരുത്തും. അവരെ ഞാൻ തള്ളിക്കളയുകയില്ല, പറിച്ചു കളയുകയില്ല, നശിപ്പിച്ച് കളയുകയില്ല. അവരെ ഞാൻ മാനിച്ച് അനുഗ്രഹിച്ച് ഉയർത്തി അവരുടെ ദേശത്ത് നടുതലയായി നട്ട് നനച്ച് വളർത്തി ഫലം കായ്ക്കുമാറാക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രതിസന്ധികളും ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ അത് ചീഞ്ഞ ഉപയോഗശൂന്യമായ അത്തിപ്പഴത്തിന്റെ കൊട്ടയായിരിക്കാം. കാരണം നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ നോട്ടങ്ങളുമൊക്കെ ആ നിലയിലാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്: യിരെമ്യാവേ, നീ നല്ല ഒരു കൊട്ട അത്തിപ്പഴം കണ്ടതുപോലെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടി വെച്ച് അവരുടെ ദേശത്തേക്ക് മടക്കി വരുത്തി അവരെ നട്ട് നനച്ച് വളർത്തി അവരെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിവരുത്ത അനുഭവങ്ങൾ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും സഫലമാകണം എന്നില്ല. കാരണം ഇന്നത്തെ തലമുറ മാതാപിതാക്കളെ അനുസരിക്കുന്നതും ദൈവവചനത്തിന് കീഴ്പ്പെടുന്നതും കേവലം 20-25% കുറഞ്ഞിരിക്കുന്നു എന്നത് നിർഭാഗ്യകരമായ ഒരു സത്യമാണ്. അപ്പോൾ മാതാപിതാക്കള് വളർന്നു വന്ന അതേ നിലയിൽ വളരണം, അവരും ഉയരണം എന്ന് നാം ശഠിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർ വന്നു എന്ന് വരികയില്ല. പ്രാർത്ഥനാ ജീവിതം നമുക്ക് വേണ്ടവണ്ണം കൈകാര്യം ചെയ്യാൻ പറ്റി എന്ന് വരികയില്ല. ഇങ്ങനെ
ദൈനംദിന ജീവിതത്തിൽ വിവിധ നിരാശകൾക്ക് കാരണമായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭാരമുണ്ട്, പ്രയാസമുണ്ട്. ഇവയൊക്കെ ഉണ്ടെങ്കിലും നാം അതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ദൃഷ്ടി വെച്ച് നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നമ്മുടെ അവകാശത്തിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആരും പറിച്ചു കളയാതെ വണ്ണം നമ്മെ നട്ട് നനച്ച് വളർത്തി ദേശത്ത് അനുഗ്രഹ വിഷയമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്ന് താങ്കൾ കടന്നു പോകുന്ന വിഷയം എന്താണ് എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കൃത്യമായും വ്യക്തമായും ഉള്ളതുപോലെയും അറിയുന്ന സ്വർഗത്തിലെ ദൈവം എന്റെ മേലും നിങ്ങളുടെ മേലും ദൃഷ്ടി വെച്ച് നമ്മുടെ നഷ്ടമായത് മുഴുവനും മടക്കി തന്ന് അനുഗ്രഹത്തോടെ നടത്തുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമ്മളെ ഏൽപ്പിക്കാം. ഇസ്രായേൽ ജനം എന്നും അടിമകളായി കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരുടെ മടങ്ങിവരവ് പ്രവാചകന് കൊടുത്ത ദർശനത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം വിവരിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ കണ്ണുനീർ കണ്ട് സന്തോഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ നന്മയിൽ സന്തോഷിക്കാത്തവർ ഉള്ളുകൊണ്ട് ചിരിക്കുകയും എന്നാൽ പുറത്ത് നമ്മളോട് പരിതപിക്കുകയും ചെയ്യും. എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ എന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമ്മെ മടക്കി എത്തിച്ച് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ സ്വർഗത്തിലെ ദൈവം ഈ ശനിയാഴ്ച അതിരാവിലെ ജീവജല വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മേൽ ദൃഷ്ടി വെക്കട്ടെ. നിങ്ങളിൽ നിന്നും അന്യപ്പെട്ടു പോയ, നഷ്ടമായി പോയ സകല നന്മകളും അനുഗ്രഹങ്ങളും തമ്പുരാൻ മടക്കിത്തരട്ടെ. ആരും പറിച്ചു കളയാതെ വണ്ണം നിങ്ങളെ ഓരോരുത്തരെയും നടട്ടെ. അത് വളർന്ന് ഫലം കൊടുക്കുന്നതായി തീരട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാവട്ടെ. നിങ്ങളുടെ യാത്രകളെ ദൈവം സഫലമാക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം മാനിക്കട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന നിങ്ങളുടെ ആൺമക്കൾ, പെൺമക്കൾ, ജോലിയിലോ പഠനത്തിലോ കുടുംബസ്ഥരോ ആയിരിക്കുന്നവർ സകലരുടെ മേലും യഹോവയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കട്ടെ. അവരെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കട്ടെ. സകലത്തിന്മേലും ജയം നൽകി തന്റെ കൃപയാൽ ഈ ദിനം വഴി നിർത്തട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനും പരിപാലിക്കുന്നവനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് തമ്പുരാൻ ഞങ്ങളെ എത്തിക്കുന്നതിനായി സ്തോത്രം. ഓരോ ദിനവും അവിടുന്ന് അങ്ങയിൽ നിന്നും അനുഭവിക്കുന്ന നന്മകൾക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അടിമത്വത്തിലും പ്രതികൂലത്തിലുമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പ്രവാചകനായ യിരെമ്യാവോട് അരുളി ചെയ്തതും ദർശനത്തിൽ കാണിച്ചതും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. അപ്പാ, ഞങ്ങളുടെ നഷ്ടങ്ങളെ മടക്കിത്തരുന്ന ഒരു ദൈവം, ഞങ്ങളുടെ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഞങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനും പ്രതിഫലം നൽകുന്ന ഒരു ദൈവം, ഇങ്ങനെ ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുക. സ്തോത്രം. ആ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാക്കി തീർക്കണമേ. കൃപയോടെ ഞങ്ങളെ കാക്കണമേ. നൽവരങ്ങളാൽ നിറച്ചു കൊള്ളണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ തമ്പുരാൻ നമ്മുടെ മേൽ ദൃഷ്ടി വെക്കട്ടെ. നമ്മളെ സകല അനുഗ്രഹത്തിലേക്കും മടക്കിക്കൊണ്ടുവരട്ടെ. ശത്രു നമ്മളെ തൊടാതെ പറിച്ചു കളയാതെ വണ്ണം തമ്പുരാൻ നമ്മെ നട്ട് നനച്ച് വളർത്തി ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും മാതൃകയും സാക്ഷ്യമുള്ള ജീവിതത്തിന്റെ ഉടമകളായി നമ്മാൽ ആവോളം
കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.